ഉയർത്തിയ ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ത്രീശക്തി സമ്മേളനത്തിൽ പങ്കെടുത്തതിന് നടി ശോഭനയ്ക്കെതിരെ സൈബർ ആക്രമണം ശക്തമാവുകയാണ്. ഈ വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. ശോഭനയെ ആക്രമിക്കുന്നത് എന്തിന്? ഇപ്പോൾ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശീതൽ ശ്യാം, ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരെ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശീതൽ ശ്യാം നമുക്കൊപ്പം ചേരുന്നു. ശീതൽ, ഈ ചടങ്ങിന് ശേഷം ശോഭനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. അതിൽ താങ്കളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. താങ്കൾ അതിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ നിലപാട്? ഇനി ശോഭനയെ കാട്ടി അല്ലെങ്കിൽ ശോഭനയെ പോലെ ഉണ്ട് എന്നാരും പറയരുത് എന്നൊക്കെ താങ്കൾ സമൂഹ മാധ്യമത്തിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. എന്താണ് താങ്കൾ ഇതിനിടയിൽ നേരിട്ട അനുഭവങ്ങൾ? എന്താണ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രേരിപ്പിച്ച കാര്യം? ഒന്ന്, ഞാൻ വളരെ ചെറുപ്പം മുതലേ ശോഭനയെ ഇഷ്ടപ്പെടുകയും ശോഭനയുടെ കഴിവുകളെയും കലാപ്രകടനത്തെയും അവരിലുള്ള അഭിനേത്രിയൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പലപ്പോഴായിട്ട് എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ പൊതു ഇടങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും അവരെ പോലെ ആവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ടായിരുന്നു. അവർ തൃശ്ശൂരിലെ ഏതെങ്കിലുമൊക്കെ നൃത്തപരിപാടികളിൽ വരുമ്പോൾ നേരിട്ട് അവരെ കാണാൻ പോവുകയും അവരുടെ നൃത്തപരിപാടി ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അവരോട് എപ്പോഴും ഒരു പ്രത്യേകതരം ഇഷ്ടവും സ്നേഹവും ഒക്കെ വെച്ച് പുലർത്താൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ ദിവസം ഞാനിട്ട പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ മാത്രമല്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് അവരോട് വിയോജിപ്പ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം എൻ്റെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, അവർ കളിയാക്കിയിട്ടോ സ്നേഹപ്രകടനത്തിലോ ഒക്കെ പലപ്പോഴും പറയാറുണ്ട് ശോഭനെ പോലെ ഉണ്ട് എന്നൊക്കെ കാണാൻ. അപ്പം അത് ഞാനൊരു കൃത്യമായിട്ട് തന്നെ എൻ്റെ ഒരു ഭാഷയുണ്ട്, ഞാൻ പറഞ്ഞതാണ് ഇനി ആരും എന്നെ അങ്ങനെ പറയരുതെന്ന്. അത് പറയാൻ പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ തലേ ദിവസമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകളുടെ ശക്തിയുമായി ബന്ധപ്പെട്ട് നാരീശക്തി സദസ്സിൽ പ്രിയപ്പെട്ട നടി ശോഭന ഇങ്ങനെ സംസാരിച്ചത്. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതൃത്വത്തിൻ്റെ കീഴിലാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നല്ലൊരു ഭരണാധികാരിയുടെ കീഴിലാണ് എന്നുള്ളൊരു അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ഭാഷയുണ്ട്. കാരണം ശോഭനയുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും വായിക്കാനും അവരുടെ ഇൻ്റർവ്യൂകൾ കാണാനും ഇടയായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർ പലപ്പോഴും കലയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചൊക്കെ പലപ്പോഴായി സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം കുടുംബജീവിതത്തെക്കുറിച്ചും സ്വന്തം വളർത്തുമകളെക്കുറിച്ചും സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷൻ കലാതർപ്പണയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പോലും അവർ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളൊന്നും പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കണം സംസാരിക്കണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നു. കലാകാരരായിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയ നിലപാട് വേണ്ട എന്നുള്ളതല്ല, ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണ്ട എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ഒരു സോഷ്യൽ സ്പേസിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവർ നൃത്തത്തിന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വാസ്തുവിദ്യയെക്കുറിച്ചും ഹിന്ദുത്വ സംസ്കാരത്തെക്കുറിച്ചും ഹിന്ദു ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പോലും അവരിവിടെ പൊളിഞ്ഞു പോയിട്ടുള്ള വാസ്തുശില്പ പോലെയുള്ള കലകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ബാബറി മസ്ജിദിനെ കുറിച്ചൊന്നും അവർ സംസാരിച്ചിട്ടില്ല. അവരെപ്പോഴും ഇത്തരത്തിലുള്ള ഹിന്ദുത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, അത് അവരുടെ പക്ഷം. പക്ഷേ അവരിവിടെ നടന്നിട്ടുള്ള ദളിത് അട്രോസിറ്റീസിനെ കുറിച്ചോ ഇവിടെ നടന്നിട്ടുള്ള കർഷക സമരങ്ങളെ കുറിച്ചോ ഇവിടെ നടന്നിട്ടുള്ള മുസ്ലിം മനുഷ്യരോടുള്ള വെറിയെക്കുറിച്ചോ പശുവിനെ താരതമ്യം ചെയ്തുകൊണ്ട് മനുഷ്യനെ കൊല്ലുന്നതിനെ കുറിച്ചോ ഇവിടെ ഹത്രാസിൽ നടന്ന പീഡനങ്ങളെ കുറിച്ചോ പുൽവാമയിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവര് മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ നേതൃത്വം ഈ ശോഭന പറഞ്ഞിട്ടുള്ള പരമോന്നത അധികാരിയായിട്ടുള്ള വളരെ നല്ലവനായിട്ടുള്ള നമ്മുടെ ഭരണാധികാരിക്ക് കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതിപ്പോ ഈ അടുത്ത് ബഹുമാനപ്പെട്ട മുൻ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി പോലും പറഞ്ഞത് യുപിയിലെ പോലെ തന്നെ ഇവിടെയും ബുൾഡോസർ കൊണ്ടുവന്ന് തകർക്കണം എല്ലാത്തിനെയും എന്നുള്ളത് ഒരു സംസാരം ഉണ്ടായി. നമുക്ക് സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളെ നിഷ്കരണം തരംതിരിക്കാം.
കങ്കണ റണൌട്ടിനെ പോലെ BJP ആനുകൂല്യം പറയുന്ന ആളുകളെ നമുക്ക് നിഷ്കരണം തള്ളിക്കളയാം. എന്തുകൊണ്ട് ശോഭന എന്ന് ചോദിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നം വരുന്നത്. അവർ അഭിനേത്രി ആയിരിക്കാം, ശരിയായിരിക്കാം, പക്ഷെ അവരുടെ കലകളെയും അവരുടെ സംഭാവനകളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ടും അവർ ആ വേദിയിൽ ഉന്നയിച്ച ആ പ്രശ്നത്തെ കൃത്യമായിട്ട് യോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ഇവിടെ. തീർച്ചയായും അങ്ങനെ നമുക്ക് അവരുടെ നിലപാടുകളോടുള്ള വിയോജിപ്പ് ശരിയായ ഭാഷയിൽ വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. അവർ ഒരു അഭിനേത്രിയായി പോയതുകൊണ്ട്, അവരൊരു കലാകാരിയായി പോയതുകൊണ്ട് അവർക്ക് സ്വന്തം ചിന്ത പാടില്ല, സ്വന്തം നിലപാടെടുക്കാൻ പാടില്ല, സ്വന്തമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുകയോ അതിന്റെ പ്രചരണത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവർ ഒരു വ്യക്തിയാണ്, ഏതൊരു പൗരനുമുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അപ്പോൾ അവർ അത് ചെയ്യുന്നു, അവർക്കൊരു അവസരം കിട്ടി, അവർ അത് പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ താങ്കൾ പല വിധത്തിൽ സൈബർ ആക്രമണങ്ങളൊക്കെ ഏറ്റിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. ഈ രീതിയിലാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? താങ്കളുടെ ചിത്രം പോലും ശോഭനയെ അപകീർത്തിപ്പെടുത്താൻ, ആക്രമിക്കാൻ, അശ്ലീലമായും മറ്റുമൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ എൻഡോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടതുണ്ടോ? അല്ല, അഭിപ്രായ പ്രകടനം ഏത് രീതിയിൽ നടത്താം. അതിപ്പോ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ പ്രൊഫൈലിൽ വന്ന് സംസാരിക്കുന്ന മുഴുവൻ ആളുകളും പലതരത്തിലുള്ള മനുഷ്യരാണ്. അത് പലതരത്തിലുള്ള ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയിൽ സംസാരിക്കുന്ന മേനോൻ, പിള്ള, അങ്ങനെ പലതരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഐഡിയകളിൽ നിന്ന് വന്ന് സംസാരിക്കുന്നവരുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് പ്രമുഖ മാധ്യമമായിട്ടുള്ള നമോ ടിവിയുടെ ബ്യൂറോ ചീഫ് വരെ എന്നെ എടാന്ന് വിളിച്ചത് തന്നെയാണ് അതിൽ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അപ്പോൾ മലയാളിയായിട്ടുള്ള വ്യക്തികളുടെ ഭാഷാ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. കാരണം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഭരണാധികാരിയെ വാഴ്ത്തി പാടിക്കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശോഭന ആ വേദിയിൽ നിൽക്കുമ്പോൾ അത് മോശം തന്നെയാണ്. ബഹുമാനപ്പെട്ട ശാരദക്കുട്ടി ടീച്ചർ എഴുതിയ പോലെ ശോഭന വായിച്ചു, അതായത് ശോഭന എഴുതി കൊടുക്കുന്നത് വായിക്കുന്നു എന്നാണ് ശാരദക്കുട്ടി ടീച്ചർ പോസ്റ്റ് ഇട്ടത്. ശോഭന എഴുതി കൊടുത്തത് വായിക്കുമ്പോൾ പോലും അല്പമെങ്കിലും ബോധം ഉണ്ടാവണം. അതേ വേദിയിൽ തന്നെയാണ് PT ഉഷ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഗുസ്തി ചാമ്പ്യന്മാരുടെ ഇടയിലേക്ക് PT ഉഷ പോയപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ PT ഉഷയെ തടഞ്ഞു കൊണ്ടുപോയത്? അതേ ഗുസ്തി ചാമ്പ്യന്മാർ തന്നെയാണല്ലോ ഇപ്പോൾ ട്രോഫികളും അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളും ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നത്, കായിക മന്ത്രാലയത്തിന്റെ സ്ഥലങ്ങളിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നത്. ഇത്തരം നിലപാടുകൾ അത് കലാകാരന്മാർക്ക് നേരെയും എഴുത്തുകാരന്മാർക്ക് നേരെയും മാധ്യമ പ്രവർത്തകർക്ക് നേരെയും സാഹിത്യകാരന്മാർക്ക് നേരെയും സിനിമാ പ്രവർത്തകർക്ക് നേരെയും ഒക്കെ ആക്രോശങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെയൊക്കെ മറന്നുകൊണ്ട് ഞാൻ ഏറ്റവും ശുദ്ധനായിട്ടുള്ള ഭരണാധികാരിയുടെ കീഴിലാണ് ജീവിക്കുന്നത്, ഇവിടെയുള്ള സ്ത്രീകൾ മുഴുവൻ അങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നു എന്നുള്ള പൊള്ളത്തരമായ കളവ് പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതിന് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം എൻ്റെ പ്രൊഫൈൽ പേജിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിന് താഴെ വന്ന് കമന്റ് ഇടുന്നവരുടെ ഭാഷാശുദ്ധിയെയോ അവരുടെ ഭാഷയെയോ അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായത്തെയൊക്കെ അവഗണിക്കാനും അവർ ഛർദ്ദിക്കുന്ന ഛർദ്ദിലുകളൊന്നും കോരാനൊന്നും എനിക്ക് താല്പര്യമില്ല, അതിനൊട്ട് സമയമില്ല. കാരണം എൻ്റെ ശരീരത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്, എൻ്റെ ജെൻഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് സ്ത്രീകളെ കുറിച്ചാവുമ്പോൾ കൂടുതൽ, അല്ലെങ്കിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഐഡന്റിറ്റികളാവുമ്പോൾ കൂടുതലായിരിക്കും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ. അത് ഇന്നലെയും തുടങ്ങിയതല്ല, അത് വളരെ കാലങ്ങളായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജനനം മുതൽ ജനനത്തിന് ശേഷവും ഞാൻ എൻ്റെ അസ്തിത്വത്തിനെ ചൊല്ലി എപ്പോഴും ഈ അവഗണന നേരിട്ടിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് പുതുമയല്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാലും പറയും, അതാരായാലും ഞാൻ പറയുമെന്നുള്ളത് തന്നെയാണ്. ഇന്ന് ശോഭന അത് പറയുന്നുണ്ട്, നാളെ വേറൊരാളായിരിക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അമേരിക്കൻ വംശീയതയെക്കുറിച്ചും സ്വത്വവാദിത്തെക്കുറിച്ചും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സ്വത്വവാദത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും സ്വദേശീയതയെക്കുറിച്ചൊക്കെ സംസാരിച്ചത്, അഭയാർത്ഥികളെ കുറിച്ചൊക്കെ വളരെ വിരുദ്ധമായി അദ്ദേഹം സംസാരിച്ചത്, അന്ന് അതിനെതിരെ ആഞ്ഞടിച്ചത് 14 തവണ
ഓസ്കാർ നോമിനേഷൻ നേടിയ മെർലിൻ സ്ട്രിപ്പ് എന്ന് പറയുന്ന വലിയൊരു നടിയാണ്. അവർ ഓസ്കാർ വേദിയിൽ തന്നെയാണ് അതിനെതിരെ സംസാരിച്ചത്. അത്തരത്തിലുള്ള കലാപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഉള്ള ഒരു ലോകത്ത് തന്നെയാണ് നമ്മളുള്ളത്. തിരുത്തേണ്ടത് തിരുത്തപ്പെടണം എന്നുള്ള ഒരു ആശയം എനിക്കുണ്ട്. അത് ഞാൻ എന്റെ ഭാഷയിൽ ഞാൻ പങ്കുവച്ചു. ശീതൾ ശ്യാം, ഒരാളുടെ രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ അയാളുടെ താല്പര്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് തിരുത്തേണ്ടതാണോ? ഇപ്പോൾ നോക്കൂ, പല സൈബർ ഇടങ്ങളിലും വലിയ രീതിയിൽ ശോഭനയ്ക്കെതിരെ ഉള്ള ഇത്തരം പരാമർശങ്ങൾ, മോശപ്പെടുത്തലുകൾ, സൈബർ ആക്രമണം എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കലാകാരന്മാരെയും കലാകാരികളെയും അത് കേരളത്തിന്റെ സ്വത്തായിട്ടാണ് കാണുന്നത്. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നത് അങ്ങനെ ഒരു വേർതിരിവില്ല, അവർ നമ്മുടെ സ്വത്താണ് എന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ലേ ഈ കലാകാരന്മാരോടും കലാകാരികളോടും വേണ്ടത്? അവർ ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും. തീർച്ചയായിട്ടും നമ്മൾ കലാകാരന്മാരെന്ന് പറയുമ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് കലാകാരന്മാരായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാശ്മീർ ഫയൽ എന്ന സിനിമയെ അനുപം ഖേർ പ്രശംസിച്ച് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് അതിനെ ഇടപെട്ടുകൊണ്ട് ജൂറിയിൽ ഇരിക്കുന്ന ഒരാൾ തന്നെ ഗോവ ഫെസ്റ്റിവലിൽ സംസാരിച്ചത്? എന്തുകൊണ്ടാണ് അതിനെ നിഷേധിച്ചത്? ഞാൻ കണ്ട സിനിമകളിൽ ഏറ്റവും മോശം സിനിമയായിരുന്നു കാശ്മീർ ഫയൽ എന്ന് സംസാരിച്ചത്. അങ്ങനെ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായത് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ മനുഷ്യത്വപരമായി തന്നെ പെരുമാറണം എന്നുള്ള ആശയത്തോട് ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്തായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ കള്ളം പറയുമ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും അതിന് തിരുത്താനും തിരുത്തപ്പെടാനും മറ്റാളുകൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ചൂണ്ടിക്കാട്ടൽ കൂടെയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയിപ്പോ ശോഭന ആയാലും മറ്റേത് നടിയായാലും നടനായാലും എനിക്ക് ഈ അഭിപ്രായം തന്നെയുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ശോഭന എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ പ്രശ്നമോ ഇല്ല. അവരുടെ കലകളെയും അവരുടെ കഴിവിനെയും ഒക്കെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അവർ ആ വേദിയിൽ നടത്തിയിട്ടുള്ള അഭിപ്രായത്തിനെയാണ് ഞാൻ അവഗണിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പോസ്റ്റ് ഇടാനായിട്ട് താല്പര്യപ്പെട്ടത്. തീർച്ചയായും ശീതൾ, ഇവിടെ ഒരു വിഭാഗം ആളുകൾ, അതായത് CPM-നോട് ചേർന്ന് നിൽക്കുന്നവർ, ഇവരെ സംഖ്യയാക്കരുത്, അല്ലെങ്കിൽ സംഖ്യകളുടെ അറയിൽ കൊണ്ടുപോയി കെട്ടരുത്, അതിൻ്റെ നഷ്ടം ആർക്കാണ് സംഭവിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. സംഖ്യകൾക്ക് അത് ഗുണം ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ BJPക്ക് അത് ഗുണം ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. ചിലർ എഴുതിക്കൊടുത്തത് വായിക്കുകയാണ് ശോഭന ചെയ്യുന്നത്. ശോഭനയ്ക്ക് യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയം ആരോടുമില്ല. എഴുതി കൊടുത്തത് വായിക്കുന്നു. കലാകാരി എപ്പോഴും സിനിമയെക്കുറിച്ചും ഒപ്പം തൻ്റെ നൃത്തത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണ്. അവർ ഏതെങ്കിലും തരത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാകുന്ന ആര് വിളിച്ചാലും ആ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും എഴുതി കൊണ്ടുപോകുന്ന കുറിപ്പ് വായിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നു. പക്ഷേ ശോഭന കൃത്യമായും ഇത് ഹ്യൂജ് ഫാൻ മൊമെന്റ് എന്ന് പറഞ്ഞാണ് അവരുടെ സമൂഹ മാധ്യമത്തിൽ ആ പരിപാടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരതൊരു മോദിയെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ആ ഒരു ആരാധനാ പാത്രം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമായാണ് അവർ അതിനെ സമൂഹ മാധ്യമത്തിൽ പോലും ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശോഭന എന്ന വ്യക്തി, അവർ പോയ കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾക്ക് ഇങ്ങനെ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളും കണ്ടെത്തേണ്ടുന്നതിൻ്റെ ആവശ്യമുണ്ടോ? അവരെ വഴിക്ക് വിടുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, അതെൻ്റെ ഭരണഘടന എനിക്ക് അനുവദിക്കുന്നുമുണ്ട്. ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതായത് അല്പം മുമ്പ് ബഹുമാനപ്പെട്ട CPM-ന്റെ വക്താവായിട്ടുള്ള ഗോവിന്ദം സാറ് സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. സംവരണത്തെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വാഗ്ദാരാതെ സംസാരിക്കുന്ന സംഘരാഷ്ട്രീയം എന്താണ് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം ഇപ്പൊ തന്നെ വാർത്താ സമ്മേളനത്തിൽ ബോധ്യപ്പെടുത്തി തന്നു. അപ്പൊ ഇത്തരം കള്ളങ്ങൾ പേപ്പറിൽ എഴുതി കൊടുത്താലും വായിക്കാൻ നിൽക്കുന്നതാണ് ഒരു കലാകാരിയുടെ അല്ലെങ്കിൽ ഒരു കലാകാരനായിട്ടുള്ള വ്യക്തിയുടെ താല്പര്യം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.
അപ്പൊ നമ്മൾ ഇത്തരം, അതായത് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള, അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, മാധ്യമങ്ങളെ അടക്കം വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ തന്നെയാണ് യോജിപ്പും വിയോജിപ്പും ഒരുമിച്ച് രേഖപ്പെടുത്തേണ്ട ആവശ്യകതയും കുറിച്ച് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ശോഭനയെ വെറുതെ വിടുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അവരെ വേറെ രീതിയിൽ ആക്രമിക്കണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അവർ ആ വേദിയിൽ സംസാരിച്ചത് ഒരു വിരുദ്ധ അഭിപ്രായമാണ് എന്നുള്ളത് രേഖപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവിടെ അവർക്കെതിരെയും അവിടെ എൻ്റെ പ്രൊഫൈലിൽ അവർക്കെതിരെ ഒരു ആക്രമണവും ഞാൻ കണ്ടില്ല. പക്ഷെ എൻ്റെ പ്രൊഫൈലിൽ മുഴുവൻ എനിക്കെതിരെയുള്ള ആക്രമണമാണ് കണ്ടിട്ടുള്ളത്. അത് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ അവഗണിക്കുകയും എന്നെ അവഹേളിക്കുകയും എന്നെ പരിഹാസിക്കുകയും എന്നെ കളിയാക്കുകയും ചെയ്യുന്ന വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഷകളാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ ശോഭനയോടുള്ള ഒരു അഭിപ്രായത്തിൻ്റെ ഒരു വ്യത്യാസമൊന്നും എൻ്റെ പ്രൊഫൈലിൽ ഞാൻ കണ്ടില്ല. മറ്റുള്ള പ്രൊഫൈലിൽ അത് കാണുമായിരിക്കാം. അതിപ്പോൾ രാഷ്ട്രീയ അഭിപ്രായം പല ചേരിയിൽ നിന്നുണ്ടാവാം. അപ്പോൾ CPM ഒരു രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാവാം, അത് സംഘപരിവാറിന് ഒരു അഭിപ്രായം ഉണ്ടാവാം, കോൺഗ്രസിന് പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും. അതുപോലെ തന്നെ വ്യക്തികൾക്ക് അഭിപ്രായം ഉണ്ടാവും. ശോഭനയുടെ അഭിപ്രായത്തെ ഞാൻ അവഗണിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്കതിരെ അഭിപ്രായമുണ്ട്. ഇത്തരം ഒരു കള്ളത്തരം സംസാരിക്കാനായിട്ട് ഉള്ള ഒരു അത് പേപ്പറിൽ വായിച്ചു കൊടുത്തതായാലും വായിക്കാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടായിട്ടുള്ളത് എന്നെ അതിശയിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇതിന്റെ പേരിലാണ് ഞാൻ സൂചിപ്പിച്ചത്. അവരുടെ സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ ഹ്യൂജ് ഫാൻ മൊമെന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടണമെങ്കിൽ അവരുടെ അറിവോടെയായിരിക്കും. അതപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ എഴുതി കൊടുത്തോ വായിച്ചതാകണം എന്ന് നിർബന്ധം പോലുമില്ല. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞതായിക്കൂടെ എന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ സൈബർ അറ്റാക്ക് ശോഭനയ്ക്കെതിരെ നടക്കുന്നതിൽ താങ്കളെയും ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ ഫോട്ടോ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇന്നലെ വരെ ശോഭന എന്ന് പറഞ്ഞ് ശോഭനയുടെ ഒരു ചിത്രവും ഇന്ന് മുതൽ ശോഭന എന്ന് പറഞ്ഞ് താങ്കളുടെ ഒരു ചിത്രവും കാണിക്കുന്നതിലൂടെ എന്താണ് ഇത് പ്രചരിപ്പിക്കുന്നവർ ഉദ്ദേശിക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ താങ്കൾക്കെതിരെയും കൂടെ ഉള്ള ഒരു ആക്രമണമായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ, വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ. തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ അഭിപ്രായത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ രേഖപ്പെടുത്തിയത്. അതിന് എന്നെ ആക്രമിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അപ്പം നമുക്കറിയാം, ഇതിപ്പം ശോഭനയല്ല, വേറെ ഇപ്പം താഴെത്തട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളോ സ്ത്രീ വിമോചന പ്രവർത്തകയാണ് ഇത്തരത്തിൽ അത് സംസാരിക്കുകയാണെങ്കിൽ അതിന് വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ ജനം കാണുക. അപ്പോൾ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ശരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ശരീരത്തെയോ അവരുടെ ലൈംഗികതയോ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയില്ല. സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ശരീരത്തെയും അവരുടെ ചരിത്രത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ ജെൻഡറിനെയും ലൈംഗികതയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു മലയാളി സ്വഭാവം നിരന്തരമായിട്ട് നമുക്ക് സാമൂഹ്യ മാധ്യമത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നിരന്തരമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഇതൊരു പുതിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. ഞാൻ നിരന്തരമായി ഇത് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഓരോ ദിവസവും ഞാൻ സൈബർ അറ്റാക്കിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പലപ്പോഴും അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് പേർ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, അവരെനിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നുണ്ട്, അവർ തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ അങ്ങനെ തന്നെ കാണുവാനാണ് എനിക്ക് ആഗ്രഹം. ശരി, നമുക്കിപ്പോൾ ഇപ്പോൾ ദിയ സനം കൂടി ചേരുകയാണ്. ദിയ, എങ്ങനെയാണ് ശോഭനയ്ക്കെതിരായ ഈ സൈബർ ആക്രമണത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ ചിലർക്ക് ദഹിക്കുന്നതല്ല, അല്ലെങ്കിൽ വസ്തുതയുമായി ചേരുന്നതല്ല എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. അതിനപ്പുറം സൈബർ ലോകത്ത് നടക്കുന്ന ഈ ആക്രമണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? പൊതുവെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ശോഭന എന്ന് പറയുന്ന നടിയെ വിമർശിക്കുന്നതിനോട് എനിക്ക് ഒരു തരത്തിലുമുള്ള ഒരു യോജിപ്പില്ല. ഈ പറഞ്ഞതുപോലെ അവരുടെ സ്റ്റേറ്റ്മെന്റുകളെ ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അവരെന്ന് പറയുന്ന നടിയോട് പോലും കുറച്ച് എതിർപ്പുകൾ തോന്നുന്ന തരത്തിലാണ്
അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു രീതിയിലും പ്രതീക്ഷിച്ചിരുന്നില്ല ശോഭന ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുമെന്നുള്ളത്. കാരണം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ മുഖ്യമന്ത്രി എന്ന രീതിയിലൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഞാൻ എതിരഭിപ്രായമുള്ള ഒരു ആളാണ്. ഈ ഭരണത്തോടൊക്കെ ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പുകൾ പല ആവൃത്തിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ബുള്ളിങ്ങുകൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ശീതളടക്കം ഇപ്പൊ സംസാരിച്ചപ്പോൾ തന്നെ ശീതളടക്കമുള്ളവരും ഇതേപോലെ തന്നെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ബുള്ളിങ് അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ബുള്ളിങ്ങുകൾക്കെതിരെ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ 10-15 വർഷത്തിൽ കൂടുതലായിട്ട് ഇതേപോലെയുള്ള സൈബർ ഹെൽത്ത് ബുള്ളിങ്ങുകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെതിരെ എന്തായാലും അതിനെതിർപ്പ് തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശോഭന നടത്തിയ സ്റ്റേറ്റ്മെന്റിന് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് സ്ത്രീയോ പുരുഷനോ എന്നതിലപ്പുറത്തേക്ക് അവരുടെ നിലപാടിനോട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ദിയ, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കേരളീയം പരിപാടിയിൽ ശോഭന പങ്കെടുത്തിട്ട് അധികം വൈകുന്നതിന് മുൻപെയാണ് BJP സംഘടിപ്പിച്ച ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരളീയം ഒരു സർക്കാർ പരിപാടിയും ഇത് BJP എന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു പരിപാടിയുമാണ്. അപ്പോൾ രണ്ടിടത്തും ശോഭനയെ കാണുന്നു, കുമ്പിടിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ വലുതായി ഉയരുന്നു. അപ്പോൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ആഭിമുഖ്യമുണ്ടെങ്കിൽ അവർക്ക് കേരളീയം എന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ലേ എന്നൊരു ചോദ്യമുണ്ട്. 2 പരിപാടിയിൽ പങ്കെടുക്കുക സാധ്യമല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗം, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ണല്ലോ. എങ്ങനെയാണ് ശരി ഈ ഒരു കലാകാരിയായി എന്നതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയം പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അതോ എല്ലാ പൊതുസമൂഹത്തിന്, നമ്മുടെ സമൂഹത്തിന് എല്ലാം സ്വീകാര്യമാകുന്ന ഒരു നിലപാടും രാഷ്ട്രീയവും മാത്രമായിരിക്കണം അവരുടേതെന്ന് നിർബന്ധം പിടിക്കുന്നു ചിലർ, അങ്ങനെയൊക്കെ തോന്നുന്നു. അതിനോടൊക്കെ എന്താണ് പറയാൻ തോന്നുന്നത്? അല്ല, ശരിയാണ്. അത് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾ പോലും പങ്കെടുക്കുന്ന ചില വേദികളിലൊക്കെ ചിലപ്പോൾ നമ്മള് മാനസിക പരിഗണനയുടെ പുറത്ത് തന്നെ ആയിരിക്കും പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുക. അതൊരു കലാകാരി എന്നത് അവരുടെ ഐക്കൺ, അവര് കലാകാരി എന്നുള്ളതാണ്, അവരൊരു നടിയാണ് എന്നുള്ളത് ഈ ലോകമൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവര് ഏത് പരിപാടിയിൽ പങ്കെടുക്കണമെന്നൊക്കെ ഉള്ളത് എല്ലാ പരിപാടിയിലും അവർ പങ്കെടുക്കുന്നതിലൊന്നും പ്രശ്നമില്ല. അത് ഇവിടെ പോയാലും അവിടെ പോയാലും എല്ലാവർക്കും അങ്ങനെ അത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ഇതിന് പോയാൽ അതിന് പോകാൻ പാടില്ല, ഇത് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മതസംഘടനകളായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ സ്വീകരിക്കുന്ന ഇടങ്ങളിലേക്ക് അവർ എത്തിപ്പെടുന്നതാണ്. ഇപ്പം BJP അനുഭാവമുള്ള ആളുകൾ ശോഭനയെ സ്വീകരിച്ചു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ആളുകൾ ശോഭനയെ സ്വീകരിച്ചത് ശോഭന എന്ന് പറയുന്ന നടിയെ അവർ സ്വീകരിച്ചതിനകത്ത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം കൂട്ടിക്കലട്ടേണ്ട കാര്യമില്ല. പക്ഷെ അവർ പറയുന്ന രാഷ്ട്രീയത്തെ വിമർശിക്കാനുള്ള റൈറ്റ്സ് ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ വിമർശനം എങ്ങനെയാകണം എന്നതാണ്. മാന്യമായി നമുക്ക് അവരോട് യോജിക്കാം, വിയോജിക്കാം, നമ്മുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. അതാണോ ഇപ്പോൾ നമ്മൾ നടക്കുന്നത്? നോക്കൂ, ഇവിടെ ശീതൾ ശ്യാം അവർ ശോഭന പറഞ്ഞതിനോട് യോജിപ്പില്ല, അവർ അതിന്റെ വിമർശനം ഉന്നയിക്കുന്നു. ശീതൾ ശ്യാമിന്റെ ഫോട്ടോകൾ ഏത് നിലയിലാണ് സൈബർ ലോകത്ത് പ്രചരിക്കുന്നത്, ഉപയോഗിക്കുന്നത്? അപ്പോൾ ആരെയൊക്കെയാണ് ഇവിടെ വ്യക്തിഹത്യ ചെയ്യുന്നത്? അതെ, അതായത് ഇപ്പം എനിക്ക് ശീതളിനെ വ്യക്തിപരമായിട്ട് അറിയാം. ശീതളിനോട് നമ്മൾ ശോഭന എന്നൊക്കെ പറഞ്ഞ് ശീതളിനോട് സംസാരിക്കാറുണ്ട്. അത് ഒരു ഇഷ്ടമാണ്, ഓരോരുത്തരെയും ഇഷ്ടപ്പെടുന്നത് പോലെ. ഇഷ്ടം ഇനി വേണ്ട എന്നാണ് ശീതൾ പറയുന്നത്. പക്ഷെ അതങ്ങനെ അവർ പറഞ്ഞപ്പോ അവരെ വേറെ തരത്തിലേക്ക്, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ആ ഒരു ഇഷ്ടം വെച്ചിട്ട് അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു, അതായത് ഇനി എന്നെ ശോഭന എന്നാരും പറയരുത് എന്നുള്ളൊരു സാധനം വെച്ചപ്പോ അതിന്റെ അടിയിൽ ശീതളിനെ ആക്രമിക്കാന്നുണ്ടായത്. അപ്പൊ ഇത്തരം ഈ പറഞ്ഞില്ലേ സൈബർ ബുള്ളിങ്ങുകൾ പലതരത്തില്, അത് ശീതളിനെ ലൈംഗിക അവയവങ്ങളുമായി കണക്ട് ചെയ്തിട്ടും ശരീരത്തിന്റെ മറ്റ് ഭയങ്കര വിയേർഡായിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടും ഉപമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുമായി താരതമ്യം ചെയ്ത് പല തരത്തിലൊക്കെയാണ് അവർക്ക് ബുള്ളിങ് നേരിടേണ്ടി വന്നത്. അത് ശീതളെന്ന് മാത്രമല്ല, ഈ ശോഭനേനെ ആയാൽ പോലും വിമർശനത്തിൽ അപ്പുറത്തേക്ക് ഏത് തരം ബുള്ളിങ്ങുകളെയും വിയോജിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഏത് തരത്തിലുള്ളതായാലും ഏത് ഭാഗത്തു നിന്നുള്ളതായാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി ദിയ, ഇവിടെ ഇപ്പോൾ ചിലർ
ശോഭന ചിന്തിക്കുന്നതിനെക്കുറിച്ച്, ശോഭന ആ പരിപാടിയിൽ എത്തുന്നതിനെക്കുറിച്ച് അവരുടേതായ നിഗമനങ്ങളിൽ എത്തുകയാണ്. ശോഭന ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളല്ല, ശോഭന എഴുതി കൊടുക്കുന്നത് മാത്രം വായിക്കുന്ന ആളാണ് എന്നൊക്കെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ശോഭന അവരുടെ സമൂഹ മാധ്യമത്തിൽ ഹ്യൂജ് ഫാൻ മൊമെന്റ് എന്ന് പറഞ്ഞാണ് ഈ ഫോട്ടോകൾ ഷെയർ ചെയ്യുന്നത്. അവരുടെ വാക്കുകൾ അതായിരുന്നു, ഈ നേതൃത്വത്തിന് കീഴിൽ എല്ലാം ഭദ്രം എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനം. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുന്നതാണ് എന്ന വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ എത്തിപ്പെടേണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? ദിയ, നമ്മുടെ ഈ ആക്രമണങ്ങൾ സൈബർ എടുത്ത ആക്രമണങ്ങൾ എന്ന് പറയുന്ന കാര്യം ഞാൻ വേറൊരു സ്പേസിൽ പറയുകയും ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇതുകൊണ്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റേറ്റ്മെന്റ് ഭയങ്കര റോങ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിമർശിക്കുക തന്നെയാണ്. ഈ പറഞ്ഞ ശോഭന പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ മുഴുവനായിട്ട് ഞാൻ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ബുള്ളിങ് എന്ന് പറയുന്നത് വേറൊരു ടൈം ഓഫ് സംഭവമാണ്. അത് നമ്മൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഏതൊരു സ്ത്രീക്കെതിരെയും അത്തരം ബുള്ളിങ്ങുകൾ നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ തന്നെയുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഓപ്പോസിറ്റ് സൈഡിൽ വേറെ തലത്തിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. അത് തികച്ചും വിയോജിപ്പുള്ള കാര്യം തന്നെയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് വ്യക്തി എന്ന നിലയിൽ മാത്രം ശോഭന എന്ന നടിയോ അല്ലെങ്കിൽ അവിടെ ആരെയും അല്ല അത് കണക്ട് ചെയ്തേക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെന്റിനെയാണ്. ശരി, വളരെ നന്ദി ദിയ, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ശീതൽ ശ്യാം തുടരുന്നുണ്ട്. ശീതൽ, കലാകാരി എന്ന നിലയിൽ ശോഭനയെ ഇനി കാണുമോ, ആരാധിക്കുമോ, ആസ്വദിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ ഇപ്പം ഈ അടുത്ത് തന്നെ അവർ സൂര്യ ഫെസ്റ്റിവലിൽ നൃത്തം അവതരിച്ചപ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു ടാഗോർ ഹാളില്. അതിന്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ടോക്ക് ഷോ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അവരെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവരോടുള്ള കലാപ്രവർത്തക എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഇഷ്ടം ഇപ്പോഴും ഉണ്ട്, അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് അവരോടുള്ള അവരുടെ ആ സ്റ്റേറ്റ്മെന്റിൽ അവർ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ അവർ സംസാരിച്ച അവർ അവതരിപ്പിച്ച ആ വിഷയത്തെക്കുറിച്ചുള്ള വിയോജിപ്പാണ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവരോടുള്ള ഇഷ്ടം എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും, എനിക്ക് എപ്പോഴും അവരോട് സ്നേഹം ഉണ്ടായിരിക്കും. അതേസമയം അവർ ഇത്തരത്തിലുള്ളൊരു നിലപാട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘപരിവാർ നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് ചിലപ്പോൾ അവരോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായിരിക്കും. ചിലപ്പോൾ ഞാൻ എഴുതും, പ്രകടിപ്പിക്കും, സംസാരിക്കും, പറയുകയും ചെയ്യും. എനിക്ക് ഇപ്പം ഒരുപാട് എനിക്ക് ഇത്തരത്തിലുള്ള സംഘപരിവാർ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരോടൊക്കെ തന്നെ ഒരു തരത്തിലുള്ള അകലം പാലിച്ചാണ് ഞാൻ സുഹൃത്ത് ബന്ധം കൊണ്ടുപോകുന്നത്. എനിക്ക് അവരോട് അവരുമായിട്ടുള്ള ഒരു ഡിബേറ്റിനോ ചർച്ചയ്ക്കോ ഒരു പ്രത്യേക തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ഒന്നും എനിക്ക് അവരോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയായിരിക്കും ശോഭന എന്ന് പറയുന്ന നടിയോടുള്ള എൻ്റെ ഇനിയുള്ള സമീപനം. എനിക്ക് അവരോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിലുള്ള വിയോജിപ്പ് ഇനിയും അവർ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഞാനത് വീണ്ടും രേഖപ്പെടുത്തും. അതിനിപ്പോൾ എത്ര സൈബർ ബുള്ളിങ് നേരിട്ടാലും, എത്ര ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് ആക്രമണം നേരിട്ടാലും ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. ശരി, ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ മോശമായി അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഈ സൈബർ ഇടങ്ങളിലെ ആക്രമണം അതിനോട് യോജിക്കാനാകില്ല. നമുക്ക് അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ ശരിയായ ഭാഷയിൽ അത് വിയോജിക്കാൻ ഉള്ള എല്ലാ അവസരവും നിലനിൽക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാലും അവർ പൊതു സ്വത്താണ്, കേരളത്തിൻ്റെ സ്വത്താണ്, കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന കലാകാരിയാണ് ശോഭന എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. വളരെ നന്ദി ശീതൽ ശ്യാം, ഒപ്പം ദിയ സര ഞങ്ങളോട് സഹകരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം.